പല ഡെത്തും റീബർത്തും നടക്കും. അതായത് നെഗറ്റീവ്സ് എല്ലാം ഡെത്ത് ആവാൻ തുടങ്ങും, പോസിറ്റിവിറ്റി റീബർത്ത് ആവാൻ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു. ചുറ്റുമുള്ളവർ, എപ്പോഴും ചുറ്റുമുള്ളവർ നമ്മുടെ റിലേഷൻസ് ആയിരിക്കും കൂടുതലും ഗോസിപ്പ് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ആണെന്നും സൂചിപ്പിക്കാൻ വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നമ്മളിന്ന് പറയാൻ പോകുന്ന ബട്ടർഫ്ലൈസിനെ കുറിച്ചും അതിന്റെ മീനിങ്സിനെ കുറിച്ചുമാണ്. നമുക്ക് മനസ്സിലാവാത്ത പല വിഷയങ്ങൾക്കും വേണ്ടി ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നമുക്കൊരു സന്ദേശവാഹകരായിട്ട് അയക്കുന്നതാണ് ഈ ബട്ടർഫ്ലൈസിനെ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ധാരാളം ബട്ടർഫ്ലൈസിനെ കാണാൻ തുടങ്ങും. അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കളേഴ്സിലും പല ഷേപ്സിലും കാണാൻ തുടങ്ങും. ഷേപ്സ് എന്ന് പറയുമ്പോൾ വളരെ വലിയ വലിയ ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങും. ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് വലുതെന്ന് പറയുന്നത്. പല ബട്ടർഫ്ലൈസും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചില ബട്ടർഫ്ലൈസ് നമ്മൾ റെഗുലറായിട്ട് കാണും. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മളോട് എന്താണ് പറയാൻ വരുന്നത്? ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സൈൻ ആണ്. ബട്ടർഫ്ലൈസ് ഒരു റീബർത്തിനെയാണ് കാണിക്കുന്നത്. അതായത് നമുക്കുള്ളിൽ പല ഡെത്ത് നടക്കുകയും റീബർത്ത് ഉണ്ടാവുകയും ചെയ്യും. അതായത് പല കാര്യങ്ങളുടെ എൻഡിങ്സ് ഉണ്ടാവുകയും പുതിയ പുതിയ കാര്യങ്ങളുടെ ബിഗിനിങ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും ബട്ടർഫ്ലൈസ് കാണുന്നത്. ആക്ച്വലി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കുള്ളിൽ പല ഡെത്തും റീബർത്തും നടക്കും. അതായത് നെഗറ്റീവ്സ് എല്ലാം ഡെത്ത് ആവാൻ തുടങ്ങും, പോസിറ്റിവിറ്റി റീബർത്ത് ആവാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ബട്ടർഫ്ലൈസ് കാണുന്നത്. ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു സെലിബ്രേഷൻ, ഹാപ്പിനെസ്, സ്പിരിച്വൽ ഇതിനെയൊക്കെ കുറിക്കുന്നതാണ് ഈ ബട്ടർഫ്ലൈസ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഡ്രീംസിൽ, നമ്മുടെ ധ്യാനത്തിൽ, എന്തിനേറെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കൂടെ നമ്മൾ അത്രയും യൂണിവേഴ്സിനോട് കണക്ട് ആയി നമ്മുടെ ഫ്രീക്വൻസി അത്രയും ഹൈ ആയിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കൂടെ നമുക്ക് വിഷ്വൽസിലൂടെയൊക്കെ ഈ ബട്ടർഫ്ലൈസ് വരാറുണ്ട്. അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാത എന്താണ്, അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ ഗൈഡ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ ബട്ടർഫ്ലൈസ് വരുന്നത്. ഈ സ്വപ്നത്തിൽ വരുന്ന ബട്ടർഫ്ലൈസ് എല്ലാറ്റിനും ഓരോ അർത്ഥമുണ്ട്. സ്വപ്നത്തിൽ വരുന്നതിന് മാത്രമല്ല, അല്ലാതെ വരുന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ സ്വപ്നത്തിൽ വരുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നമ്മൾ മെയിനായിട്ട് ഇതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഒരു പൂപ്പ സ്റ്റേജിലുള്ള ഒരു ബട്ടർഫ്ലൈയുടെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഇനി തേടി പോകേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. ധാരാളം കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരു ലോങ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകാനുണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ പൂപ്പ സ്റ്റേജ്. നിങ്ങൾ സ്വപ്നത്തിലൊക്കെ ബട്ടർഫ്ലൈസ് കാണാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സ്വപ്നത്തിൽ വരുന്ന ബട്ടർഫ്ലൈസ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ബട്ടർഫ്ലൈസിനെ കുറിച്ചും അതിന്റെ അർത്ഥത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോ ബട്ടർഫ്ലൈസിനെ കാണുമ്പോഴും എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ആ ഏഞ്ചൽസിനോട് നിങ്ങൾ എന്ത് ഗൈഡൻസ് ആണ് കേൾക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വൈറ്റ് ബട്ടർഫ്ലൈസ് ആണ്. ഈ വെള്ള ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വാലിറ്റിയെ കുറിക്കുന്നതാണ്. നിങ്ങൾക്കുള്ളിൽ സ്പിരിച്വലായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതായത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇംപ്രൂവ്മെന്റ് സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. സോ നിങ്ങൾ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യൂ, നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് പോകുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് വരുന്നത്. നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളെ ചുറ്റി ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടെന്നും, അതായത് ഒരു ഒരു അസെൻഡിങ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച മഹാത്മാക്കളായ വ്യക്തികളുടെ ആത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യാനായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നും നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സൂചിപ്പിക്കുന്നതാണ് ഈ വെള്ള ബട്ടർഫ്ലൈസ്. നിങ്ങൾക്ക് ആ അസെൻഡിങ് മാസ്റ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ അവർക്ക് നിങ്ങളെ നയിക്കാനും ഗൈഡ് ചെയ്യാനും ഒക്കെ കഴിയും. അതിനുവേണ്ടിയാണ് അവർ ഈ വെള്ള ബട്ടർഫ്ലൈസ് ആയിട്ട് വരുന്നതെന്ന് കൂടെ ഇതിനൊരർത്ഥമുണ്ട്. ഈ അസെൻഡിങ് മാസ്റ്റേഴ്സിന്റെ പവറും ശക്തിയും നമ്മോടൊപ്പം ഉണ്ട്. സോ ഡോണ്ട് വറി എന്ന് പറയുന്നത് കൂടെയാണ് ഈ വെള്ള ബട്ടർഫ്ലൈസ്. മൊത്തത്തിൽ ഈ വെള്ള ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റിയെ കുറിക്കുന്നതാണ് ഈ വെള്ള ബട്ടർഫ്ലൈസ്. നമ്പർ 2, ബ്ലാക്ക് ബട്ടർഫ്ലൈസ്. ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും വരുന്നത്. അതായത് ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എല്ലാം ഒരു നെഗറ്റീവ് ആണെന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരുമൊക്കെ പിരിഞ്ഞു പോകാൻ പോകുന്നുവെന്നും നമുക്ക് ആരെയൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നുവെന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരാൻ പോകുന്നു എന്നും സൂചിപ്പിക്കുന്നതാണ് ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് എല്ലാവരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അത് സത്യമല്ല.
ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമുക്കൊരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ട്, ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും, സോ ഡോൺ വറി എന്നും സൂചിപ്പിക്കുന്നതാണ് ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ധാരാളം ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മളെപ്പറ്റി ധാരാളം ഗോസിപ്സ് നമ്മുടെ ചുറ്റുമുള്ളവർ, എപ്പോഴും ചുറ്റുമുള്ളവർ നമ്മുടെ റിലേഷൻസ് ആയിരിക്കും കൂടുതലും ഗോസിപ്പ് പറയുന്നത്. സോ അങ്ങനെ ധാരാളം ഗോസിപ്സ് നടക്കുന്നുണ്ടെന്നും അതിൽ നിന്നെല്ലാം നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് വരുന്നത്. അതും ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസിൽ താഴെ വെള്ള പുള്ളിയുള്ളതായിട്ടിരിക്കുമല്ലോ, അത് മെയിനായിട്ട് ഈ ഗോസിപ്പിനെ കാണിക്കാൻ വേണ്ടി വരുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലൂ ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ്. നമ്മൾ ശരിക്കും ബ്ലൂ ബട്ടർഫ്ലൈസിനെ കുറിച്ച് കാണുമ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവും. അത് ചെയ്യണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കും. എന്നാൽ അതിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കുകയോ അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്യാതെ നമുക്കിത് കഴിയില്ല, എനിക്കിത് പറ്റില്ല, ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മളെ തടഞ്ഞു വെച്ചിരിക്കും. അപ്പോഴാണ് ഈ ബ്ലൂ ബട്ടർഫ്ലൈ വരുന്നത്. യു ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെയും ഗോളിനെയും നോക്കി പോവുക, അതിലൊരു തീരുമാനം എടുക്കുക, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക, പ്രവർത്തിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സക്സസ് വരും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ബട്ടർഫ്ലൈ വരുന്നത്, ബ്ലൂ ബട്ടർഫ്ലൈ. മെയിനായിട്ട് നിങ്ങളുടെ ഗോളിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്, യാതൊരുവിധ റെസ്ട്രിക്ഷനും വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് കുറിക്കുന്നതാണ് ഈ ബ്ലൂ ബട്ടർഫ്ലൈ. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ടോക്സിക് പീപ്പിൾ ഇരിക്കും, ചുറ്റിയിരിക്കുന്നവരായിരിക്കാം, മേ ബി കൂടെയുള്ളവരായിരിക്കും, അവരെയെല്ലാം ഒന്ന് അകറ്റി നിർത്തേണ്ടതാണ് എന്നും കൂടെ ഇത് കുറിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കൂടെ ഈ ടോക്സിക് പീപ്പിൾ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെയും ഗോളിനെയും നോക്കി മുന്നോട്ട് പോകാൻ അതൊരു തടസ്സമായിരിക്കും. അവർ പല റെസ്ട്രിക്ഷൻസും പറഞ്ഞുകൊണ്ടിരിക്കും. സോ അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്ത് വെച്ച് ഒന്ന് ഡിറ്റാച്ച്ഡ് ആവേണ്ടതാണെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ബ്ലൂ ബട്ടർഫ്ലൈസ് വരുന്നത്. അതുമാത്രമല്ല, ഈ ബ്ലൂ ബട്ടർഫ്ലൈസിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ബ്ലൂ ബട്ടർഫ്ലൈസിനെ സ്വപ്നത്തിലോ അല്ല വിഷ്വൽസിലോ അതും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ കാണുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും, ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പോസിറ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് എന്ന് പറയാൻ കൂടിയാണ് ഈ ബ്ലൂ ബട്ടർഫ്ലൈസ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന യെല്ലോ ബട്ടർഫ്ലൈ. യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയുന്നതിന് ഒരു പവർഫുള്ളിനെ കാണിക്കുന്നതാണ് യെല്ലോ ബട്ടർഫ്ലൈ. നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ ആണെന്ന് കാണിക്കാനാണ് ഈ യെല്ലോ ബട്ടർഫ്ലൈ വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം നിങ്ങൾ പവർഫുൾ ആണ്. മേ ബി ആ സിറ്റുവേഷനിൽ നിങ്ങൾ പവർഫുൾ ആയിരിക്കില്ല, എന്നാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ വളരെ പവർഫുൾ ആകാൻ പോകുന്നു എന്നും നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും ആ ക്രിയേറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യേണ്ടതാണെന്നും ഒക്കെ കാണിക്കാനാണ് ഈ യെല്ലോ ബട്ടർഫ്ലൈ വരുന്നത്. അതുമാത്രമല്ല, ഈ യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ക്ഷമയെ കുറിക്കുന്നത് കൂടെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്നും അപ്പോഴെല്ലാം നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കേണ്ടതാണെന്നും, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കാം, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അവിടെയൊക്കെ നിങ്ങൾ ക്ഷമയോടെ ബിഹേവ് ചെയ്യേണ്ടതാണെന്നും അപ്പോൾ നിങ്ങൾ സക്സസ്സിൽ എത്തുമെന്നും, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതാണെന്നും എഫേർട്ട് ഇടേണ്ടതാണെന്നും കുറിക്കുന്നതാണ് ഈ യെല്ലോ ബട്ടർഫ്ലൈ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ബ്രൗൺ ബട്ടർഫ്ലൈ. പൊതുവെ എല്ലാവരും ഈ ബ്രൗൺ ബട്ടർഫ്ലൈയും ബ്ലാക്ക് ബട്ടർഫ്ലൈയും ഒന്നാണെന്ന് കരുതി കൺഫ്യൂസ് ആവാറുണ്ട്. ഈ ബ്രൗൺ ബട്ടർഫ്ലൈ ഒരു ഡൗൺ ആയിട്ടും ഡള്ളായിട്ടും ഒക്കെ നെഗറ്റീവായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ബ്രൗൺ ബട്ടർഫ്ലൈ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരാൻ പോകുന്നു, അതായത് ഒരു പുതിയ വഴി തുറക്കാൻ പോകുന്നു എന്നതിനെ കാണിക്കാനാണ് ഈ ബ്രൗൺ ബട്ടർഫ്ലൈസ് വരുന്നതെന്നാണ്. അതായത് നമ്മൾ ഏഞ്ചൽ നമ്പർ 11 പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. ഈ 00 അവസാനിച്ച് ഡെത്ത് ആയിട്ട് ന്യൂ ബിഗിനിങ്സ്, 11 ന്യൂ ബിഗിനിങ്സ് ആണ്. അതിനെ തന്നെയാണ് ഈ ബ്രൗൺ ബട്ടർഫ്ലൈയും സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ബ്രൗൺ ബട്ടർഫ്ലൈ കാണുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സന്തോഷമായിട്ട് പ്രാക്ടിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും എന്നതിനെ കുറിക്കുന്നതാണ് ഈ ബ്രൗൺ ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ബട്ടർഫ്ലൈസ് കാണുന്നു എന്ന് കമൻസിൽ വന്ന് പറയുക. അത് വായിക്കുന്നവർക്കും എനിക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റെഡ് കളർ ബട്ടർഫ്ലൈ ആണ്. റെഡ് കളർ ബട്ടർഫ്ലൈ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലവർ അല്ലെങ്കിൽ പ്രേമം, അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഇതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് റെഡ് കളർ ബട്ടർഫ്ലൈ കാണുകയാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മേ ബി നിങ്ങളുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് ടോക്സിക് ആയിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു ഇൻഡിക്കേഷൻ തരാൻ കൂടിയാണ് ഈ റെഡ് കളർ ബട്ടർഫ്ലൈ വരുന്നത്.
അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രീൻ കളർ ബട്ടർഫ്ലൈ ആണ്. ഇത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് ഗ്രീൻ കളർ ബട്ടർഫ്ലൈ. ഈ ഗ്രീൻ കളർ ബട്ടർഫ്ലൈ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി, അതായത് ധാരാളം പണം, അബണ്ടൻസ്, സമ്പത്ത് ഇതെല്ലാം വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ കാണുന്നതാണ് ഈ ഗ്രീൻ കളർ ബട്ടർഫ്ലൈ. അപ്പോൾ ഈ ബട്ടർഫ്ലൈ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഏഞ്ചൽസിനോടൊക്കെ കേൾക്കാവുന്നതാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ, എന്ത് ഗോളാണ് സ്വീകരിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊരു ഗൈഡൻസ് തരൂ എന്ന് കേൾക്കാവുന്നതാണ്. ഈ യൂണിവേഴ്സിനോട് കേൾക്കാം. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മുടെ ധ്യാനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ വഴിയോ നമുക്ക് അതിനുള്ള വഴികളൊക്കെ ഒരു ഗൈഡൻസ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് എല്ലാ ബട്ടർഫ്ലൈസ് കാണുമ്പോഴും നിങ്ങൾക്ക് അതിനെന്താണോ അർത്ഥം വരുന്നത് അത് സംബന്ധിച്ചുള്ള ഒരു ഗൈഡൻസ് ആ ഏഞ്ചൽസിനോട് തന്നെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോഴെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴിയായിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഗൈഡൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് വരും. അടുത്ത ബട്ടർഫ്ലൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ഗ്രേ കളർ ബട്ടർഫ്ലൈ ആണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഏകാന്തതയിലും സ്ട്രെസ്സിലും ടെൻഷനിലും കുറച്ച് ഡിപ്രസ്ഡ് ഒക്കെ ആയിരിക്കുന്നുവോ അപ്പോഴാണ് നമ്മൾ ഈ ഗ്രേ കളർ ബട്ടർഫ്ലൈ കാണുന്നത്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അടിച്ച് ഡിപ്രസ്ഡ് ആകുമ്പോൾ ഡോണ്ട് വറി, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരണം, നിങ്ങൾ പുറത്തേക്ക് വരിക, ആളുകളോടൊക്കെ മിങ്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതും അല്ലെങ്കിൽ ഈ നേച്ചറിലേക്ക് തന്നെ ഇറങ്ങി ഈ പ്രകൃതിയുമായിട്ട് ഒന്ന് കണക്റ്റ് ആവൂ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും എന്നൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്രേ കളർ ബട്ടർഫ്ലൈ വരുന്നത്. നിങ്ങൾക്ക് എന്താണോ സ്ട്രെസ് ആകുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളോട് ഒരിക്കലും പറയരുത്. നമുക്ക് ഇഷ്ടമുള്ളവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ നമ്മൾ പറയുന്ന കാര്യം അവർ പോസിറ്റീവായിട്ട് എടുക്കണമെന്നോ നമ്മളെ സഹായിക്കണമെന്നോ ഇല്ല. അവർക്ക് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും ടെൻഷൻസും എല്ലാം ഒരു സമയം പോക്കായിരിക്കും. അതുമല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു രസിക്കാനുള്ള ഒരു കാര്യമായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ഒരിക്കലും പറയരുത്. നിങ്ങൾക്ക് വളരെ വിശ്വാസമായിട്ടുള്ള വ്യക്തികളോട് മാത്രം പറയുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടുകയും നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ബട്ടർഫ്ലൈസിനോട് ഒരു ഗൈഡൻസ് ചോദിക്കാവുന്നതാണ്. എനിക്ക് ഈ ലോൺലിനെസ്സിൽ നിന്ന് പുറത്ത് വരേണ്ടതാണ്, എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ വരേണ്ടതാണ്, എൻ്റെ മൈൻഡ് ബാലൻസ്ഡ് ആവേണ്ടതാണ്, അതുകൊണ്ട് എന്നെ ഗൈഡ് ചെയ്യൂ എന്ന് നിങ്ങൾക്ക് ആ ഏഞ്ചൽസിനോട് കേൾക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഓറഞ്ച് ബട്ടർഫ്ലൈ ആണ്. ഓറഞ്ച് ബട്ടർഫ്ലൈ കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ് കുറിക്കുന്നത്, എനർജി ആൻഡ് ട്രാൻസ്ഫർമേഷൻ. നമുക്ക് ധാരാളം നമുക്കുള്ളിൽ എനർജി ഉണ്ട്, എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കാതെയും യൂസ് ചെയ്യാതെയും വച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ എനർജിയെ മനസ്സിലാക്കി യൂസ് ചെയ്ത് നിങ്ങളുടെ ഗോളിനെ നോക്കി പോകേണ്ടതാണെന്ന് ഉള്ളതാണ് ഈ ഓറഞ്ച് ബട്ടർഫ്ലൈ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു, അതായത് പുതിയൊരു മാറ്റം, നിങ്ങൾ പോസിറ്റീവായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കുറിക്കുന്നതാണ് ഈ ഓറഞ്ച് ബട്ടർഫ്ലൈസ് കാണുന്നത്. നമുക്കുള്ളിൽ പോസിറ്റീവ് ചേഞ്ചസ് വരുമ്പോഴാണ് ഈ ധാരാളം ഓറഞ്ച് ബട്ടർഫ്ലൈസ് നമ്മളിലേക്ക് അട്രാക്റ്റ് ആയി വരുന്നത്. അപ്പോൾ ഓരോ കളർ ബട്ടർഫ്ലൈസും അതിൻ്റെ മീനിങ്സും ഒക്കെ നമ്മൾ നോക്കി. ഇനി നിങ്ങൾ ഓരോ ബട്ടർഫ്ലൈസിനെ കാണുമ്പോഴും അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ യൂണിവേഴ്സും ഈ ഏഞ്ചൽസും ഒക്കെ നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.